ഈ ഈ കാപ്പി കൊണ്ട് ഗ്രാൻഡ് മദർ എൻ്റെ കയ്യിൽ തന്നു വിട്ടതാണ്. ഗ്രാൻഡ് മദറില്ലേ എൻ്റെ കയ്യിൽ കാപ്പി കൊണ്ടുവന്ന് കേട്ടോ, അത് കാപ്പിപ്പൊടി പേടിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രാൻഡ് മദർ വീട്ടിൽ നിന്ന് എൻ്റെ തറവാട്ടിലുണ്ടായ കാപ്പിയിൽ നിന്ന് തൈ തന്നു വിട്ടതാണ്. തൈയാണോ എന്തെങ്ങനെയാണ് അത് ഗ്രാൻഡ് മദർ തന്നിട്ട് ഞാൻ അതുപോലെ കൊണ്ടുവന്ന് നട്ടതാണ്. ഈ സൈക്കിൾ ഇവിടെ കുറേ ഉണ്ട്, പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ കാപ്പിയുണ്ട്, പക്ഷേ ആരും യൂസ് ചെയ്യാറില്ല. അത് വെട്ടി നിർത്തിയേക്കണുണ്ട്, അതും കാപ്പിയാണ്. ഇത് രണ്ടും പുതിയ ടൈപ്പാണ്. എന്നാണ് ആയുർവേദോ അങ്ങനെ അങ്ങാണ്ട് പറഞ്ഞ ചക്കയാണ്. അത് ഈ ബഡ് ചക്കയാണ്ടില്ല, അതിൻ്റെ താഴെയൊക്കെ ഉണ്ടായി തുടങ്ങുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു, ചെറിയ ചക്കയായിരുന്നു. വലിപ്പം അതിൻ്റെ മേളിലും ഉണ്ടായിട്ടുണ്ടാകും. പിടിക്കില്ല എന്നാണ് അവൾ പറഞ്ഞത്. താഴെയുള്ളതായിരിക്കും പിടിക്കുള്ളൂ എന്നാണ്. അതിന് കമ്പിന് കട്ടിയില്ലാത്തതുകൊണ്ട് താഴെയുള്ളതായിരിക്കും പിടിച്ച് വരുള്ളൂ എന്നാണ് പറഞ്ഞത്. മേലോട്ടുണ്ടാവുന്നത് ഇത് ഏതെങ്കിലും 3 കൊല്ലം കഴിയുമ്പോൾ കായ്ക്കുന്നത്. 3 കൊല്ലം കഴിയുമ്പോഴത്തേക്കും കാച്ചു കേട്ടോ. 3 കൊല്ലമല്ല, 1 കൊല്ലം 1.5 കൊല്ലം കഴിയുമ്പോൾ കാച്ചൊന്നും. ഇതാ സെയിം സാധനം തന്നെ. ഇത് അപ്പുറത്ത് നിൽക്കുന്ന സെയിം സാധനം തന്നെയാണ്. ഇത് ഞാൻ ആദ്യം പറഞ്ഞതാണ്. ആ ഡാർഫ് ടൈപ്പില്ല, മലേഷ്യൻ ഡാർഫ് തെങ്ങ് നട്ടോ, അതിനെപ്പറ്റി ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്. അതുകൊണ്ട് ഇനി പറയുന്നത് ഇത് ഇരുമ്പമ്പുളിയാണ്. ഇരുമ്പമ്പുളി ഫാദറായിട്ട് കേട്ടോ. ആ കാണുന്നൊക്കെ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ജാതി എന്നുള്ളതാണ്, നാടൻ. ഇത് മൂവാണ്ടൻ മാങ്ങയാണ്. അതിലുണ്ടാവാറുണ്ട് മാങ്ങ. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള മാമ്പഴമാണ്. അധികം ഉണ്ടായിട്ടില്ല, ഈ കൊല്ലം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇതുപോലെ ബഡ് കൈ, എൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞു. ഇത് ജാതി വൈഫിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അത് മാവുന്തൈ. അപ്പുറം ചിലപ്പോൾ ഈ ജാതി വെട്ടിക്കളയായിരിക്കും, ആ മാവുന്തൈ മാത്രം വയ്ക്കായിരിക്കും ഈ സൈഡിൽ. 3 മാവുന്തൈ ഉണ്ട് അതിൻ്റെ പുറകിൽ. അത് വെച്ചിട്ട് ചിലപ്പോൾ ജാതി വെട്ടിക്കളയായിരിക്കും. ഇവിടെ ഇനിയിപ്പോൾ ജാതി ആവശ്യമില്ല, വീടിനോട് ചേർന്ന്. ഇത് മറ്റേ ഇതാണ് ഗോൾഡൻ ബഡ്. അതൊക്കെ D-N-T അതൊന്നും. ആ തെങ്ങൊക്കെ D-N-T ആണ്. ആ തെങ്ങ് D-N-T ആണ് അവിടെ കാണുന്നത്. പക്ഷെ അതൊക്കെ ചോലയില്ല, അതിലൊന്നും കായ്ക്കാൻ സാധ്യത കുറവാണ്. ഇത് ഇച്ചിരി ചോല കുറവുണ്ട്. ഇത് ചിലപ്പോൾ കായ്ക്കാനൊരു സാധ്യതയുണ്ട് ഈ D-N-T. ഇത് D-N-T. അതിന് കുറച്ച് വെയിൽ കിട്ടണ്ട, അതുകൊണ്ട് ചിലപ്പോൾ കാച്ചേക്കാം. ഇതും D-N-T ആണ്. ഇതും ചിലപ്പോൾ കാച്ചേക്കാം. അതാ അവിടെ ബാക്കിൽ മുഴുവൻ മരങ്ങളായതുകൊണ്ട് കായ്ക്കാൻ സാധ്യത കുറവ്. ഇത് D-N-T ആണ്. ഈ ഏരിയയിലുള്ളതൊക്കെ D-N-T ആണ്. ഇതൊക്കെ റാക്കോഴി നഴ്സറിയിൽ നിന്ന് മേടിച്ച് നട്ടതായിരിക്കും. അവിടെ കാണണമൊക്കെ അതെല്ലാം D-N-T. അവിടെ 2 അതൊക്കെ വലയിലേക്കണം, അതൊന്നും രക്ഷപ്പെടില്ല. അതൊക്കെ അന്ന് നട്ടെങ്കിലും പിന്നെ അത് നട്ടേ പിന്നെയാണ് തോന്നുന്നു ആ മറ്റേ ഈ നമ്മുടെ ജാതി നട്ടത്. ജാതിയ വലുതായി പോയി, അതങ്ങനെ തന്നെ നിൽക്കുക തെങ്ങ്. അതിൽ ഈ ഒരെണ്ണം മാത്രമേ വലുത് ഇപ്പം വെച്ചുള്ളൂ. ബാക്കിയൊക്കെ
ഇതും വലിപ്പം വെച്ചു. ഇതൊക്കെ ഏതാണ്ട് അടുത്ത കാലത്ത് അതൊക്കെ ആ ചോലയിൽ പെട്ടുപോയി. അവിടെ പണ്ട് കുറേ മഹാഗണികളും ഉണ്ടായിരുന്നു. ആ ചോലയിൽ പെട്ടുപോയിട്ട് അതൊക്കെ ചെറുതായി പോയി. അതൊന്നും രക്ഷപ്പെടില്ല. ഞാൻ ഈ ജാതിയുടെ ഇടയ്ക്ക് കുറച്ച് മാവുകൾ നട്ടു. അതൊന്നും രക്ഷപ്പെടില്ല. അത് വെയിലേറില്ല. അതിൽ നമ്മുടെ ബേസിൽ മാത്യുവിൻ്റെ ഒരു വൈഫിനെ പീഡിപ്പിക്കുന്ന ഒരു പടമുണ്ടല്ലോ, വൈഫിനെ കഷ്ടപ്പെടുത്തുന്ന ഒരു പടമല്ലേ, എൻ്റെ പേരിന് ആ പടത്തിൽ പറയുന്നൊരു സാധനമല്ലേ, ഏതാണ്ട് അച്ചാറിടാന്നല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് ഓർമ്മ. ആ സാധനമാണിത്. ബേസിൽ മാത്യുവിൻ്റെ പടത്തിൽ പറയില്ലേ, ആ പെണ്ണിന് ഭാര്യയ്ക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയില്ല, എൻ്റെ പേര് ഓർമ്മ. ആ സാധനമാണിത്. കഴിഞ്ഞ കൊല്ലം കുറേ ഉണ്ടായിരുന്നു. 5-6 കുപ്പി അച്ചാർ കിട്ടും. ഈ കൊല്ലം കുറവാണ്. ഇത് സപ്പോർട്ട് ആദ്യം കാണിച്ചത്. ഈ മാവുകളൊന്നും നേരത്തെ ഇപ്പോൾ ഇതെനിക്ക് തോന്നുന്നു 2018 മുമ്പ് വെച്ചതാണെന്ന് തോന്നുന്നു. അതേ 2018 വെച്ചതാണോ? 5-6 വർഷമായി. അതിനൊന്നും യാതൊരു ഗ്രോത്തും ഇല്ല. 2018 വെച്ചതൊക്കെ. അതാ ചോലയായിപ്പോൾ ഇതിൻ്റെ ഈ ജാതി പൊങ്ങിപ്പോയോടുകൂടി ഇനിയിപ്പോൾ ഇവിടെ അന്ന് എനിക്ക് ഗ്യാപ്പ് ഉള്ളത് തോന്നുന്നു. പക്ഷേ ജാതി പൊങ്ങിയോടുകൂടി ഗ്യാപ്പ് കുറഞ്ഞു വന്നു. ഇവിടെ തണലായി മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ഒരു 1, 2, 3, 4, 5 മാവും തൈ വെച്ചതൊക്കെ പോകാനും സാധ്യത. ബഡായിരുന്നു എല്ലാം. ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ പറമ്പ് ക്ലീനായി. ഇന്നലത്തെ അയാളുടെ വർക്ക് കാരണം ഈ കട്ടറെ വിളിച്ച് ചെയ്തതുകൊണ്ട് പുള്ളി നല്ല ഭംഗിയായിട്ട് പറമ്പ് നല്ല ഭംഗിയാക്കി.